അപ്പോൾ സ്ക്രീൻ കാസ്റ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബിലിടുന്നത് എങ്ങനെയാണെന്ന് എന്നോടൊരു സംശയം ചോദിച്ചു എൻ്റെ അനിയത്തി. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാം. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട എനിക്കറിയാമെന്നുള്ള രീതിയിലാട്ടോ, വലിയ പരിജ്ഞാനമില്ല ഇതിനെപ്പറ്റി. എന്നാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ലൈവ് എടുക്കും പോലെ തന്നെ പ്ലസ്സിൽ അമർത്തുക. അപ്പം വേണ്ടി ഒരു പെൻസിലിൻ്റെ ചിഹ്നമുണ്ട്, അതിലടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ആദ്യം. അതിനുശേഷം ഇങ്ങനെ മുകളിലോട്ട് പോവുക. അപ്പം സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കാണിക്കുക, അത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഗോ ഇറ്റ് ഫ്യൂ ടിപ്സ് എന്നുള്ളത് ഗോ ഇറ്റ് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് നൗ റെക്കോർഡിങ് സ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. അപ്പം ഇപ്പോൾ ഒരു ഓണായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും, സ്ക്രീൻ കാസ്റ്റ് ഓൺ ആവും. അപ്പോൾ അതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടണമെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള വീഡിയോ ഇടാനാണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അല്ല നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ഗാലറിയിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഗാലറിയിലോട്ട് പോകണം. എന്തൊക്കെ എവിടെ ഉണ്ട്, ഗാലറി എടുക്കണം. ഇത് ഗാലറിയാണോ? നമ്മൾ ഗാലറി എടുത്തു. ഗാലറി അല്ലല്ലോ, ഗൂഗിൾ ഫോട്ടോസ് അല്ലടി. അല്ല, ഗാലറി എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ പോണത് 1 million 10K. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിത് സ്ക്രീൻഷോട്ടിൻ്റെ ഒരു വീഡിയോ. ഇതിപ്പോൾ ഞാൻ ഫോട്ടോയാണ് സെലക്ട് ചെയ്തത്. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ, അതിന് പകരം വീഡിയോ സെലക്ട് ചെയ്ത് വീഡിയോ വരും. എന്നിട്ട് നമ്മൾ ഗോ ലൈവ് കൊടുക്കുക. ഗോ ലൈവ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതാണ്ട് ഈ മുകളിലത്തെ സൗണ്ട് ഓഫ് ചെയ്യണം. നമ്മുടെ ഈ താഴെ കാണുന്ന ചെറിയൊരു ക്യാമറ നടക്കുന്നുണ്ട്, ഇത് കണ്ടാൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ താണ്ട് ഇവിടെ ഈ വീഡിയോയുടെ ഇതൊന്ന് ഓഫ് ചെയ്തേക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഫോട്ടോ വന്ന് കിടക്കുള്ളൂ. എന്നിട്ട് ഗോ ലൈവ് കൊടുക്കുക. അപ്പോൾ മെസ്സേജ് വരണമെങ്കിൽ നമുക്കവിടെ മെസ്സേജിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ മെസ്സേജിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്യണമായിരുന്നു കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഗോ ലൈവ്, ഇതാണ് സ്ട്രീം. ഓക്കെ, ഗോ ലൈവ്. ഓക്കെ, കണ്ടല്ലോ, ഗോ ലൈവ്. അപ്പോൾ ഇതിങ്ങനെയാണ് സ്ക്രീൻ കാസ്റ്റ് ഇടേണ്ടത്. എൻ്റെ അറിവിൽ ഇങ്ങനെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു.